സൗഭാഗ്യ
മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്തവനാൽ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തിയെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടതിന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ
ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ചവരെല്ലാവരും മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനായിട്ട് നമുക്കാർക്കും സാധിക്കത്തില്ല. പ്രായവ്യത്യാസമില്ല, ശാരീരികമായിട്ടുള്ള ബലങ്ങൾക്ക് അവിടെ ഒരു പരിഗണനയുമില്ല. പണത്തിനോ പ്രതാപത്തിനോ അതിന് അവിടെ യാതൊരു അംഗീകാരമില്ല. എല്ലാവരും മരണമാകുന്ന ഈ ചെങ്കടൽ കടന്നേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രസിദ്ധയായ സിസ്റ്റർ ബെനിഞ്ഞാത്തോട്ടം ലോകമേ വിട എന്നുള്ള തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമിറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ എങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലത്. ലോകപ്രസിദ്ധനായിട്ടുള്ള പടയാളിയായിരുന്നു സീസർ. ഹോമർ നമുക്കറിയാം, വലിയ കവിയായിരുന്നു. സോളമനെ പോലെ വിജ്ഞാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും മരണത്തിൽ കൂടി കടന്നുപോയി. എങ്കിൽ പിന്നെ നിസ്സാരന്മാരാണ് നമ്മൾ. വെറും കീടങ്ങളായ നമുക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ മരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നാം ഓരോരുത്തരും നടന്ന് നീങ്ങേണ്ട ഒരു വഴിയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു യാത്രയാണ് മനുഷ്യൻ്റെ ജീവിതം. ഈ യാത്രയിൽ നമ്മളെ സഹായിക്കുന്നവരുണ്ട്, നമ്മളെ കളിയാക്കുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളെ സഹായിച്ചവരോടും പരിഹസിച്ചവരോടും എല്ലാവരോടും നമുക്ക് ഒരേ മനോഭാവത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മളെ പരിഹസിച്ചവരെ, നമ്മളെ ഉപദ്രവിച്ചവരോട് നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ആരെയെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക. മരിച്ചവരായ ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് ജീവിച്ചിരിക്കുന്ന നമുക്കാണ് ഈ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടത്. കാരണം ഓരോ മരണവും ഓരോ താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്. നമ്മളും ഈ ലോകത്തിൽ കൂടി കടന്നു പോകും. നമ്മളും ഒരു ദിവസം മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഒരുക്കുന്ന മരണശൈലിയിൽ കിടക്കേണ്ടി വരും എന്നുള്ള ആ വലിയ അറിവ് അത് ഒരു താക്കീതും ഒരു മുന്നറിയിപ്പുമായിട്ട് നമുക്ക് കാണാം. നാം ഈ ലോകത്തിൽ നമുക്കറിയാം 7-10 80 മാത്രം നീറും ആയുസ് എന്ന് നനച്ചാൽ കഷ്ടത മാത്രം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലയളവുണ്ട്. ആ കാലയളവിൽ നമുക്ക് സന്തോഷത്തോടെ മറ്റുള്ള ആൾക്കാർക്ക് നന്മ കൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ബഹുമാനപ്പെട്ട സ്നേഹമുള്ള ബേബി പീറ്ററെ, തങ്കപ്രസാറിനെയും എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം.
മക്കളെ എനിക്ക് വലിയ പരിചയമില്ല. ഞാൻ വന്നപ്പോൾ മക്കളെ രണ്ടുപേരും ഇവിടെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡേവിഡ് പീറ്ററിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആദ്യ കാലങ്ങളിലൊക്കെ അദ്ദേഹം പരസഹായത്തോടെയാണെങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു. പിന്നെ കുറേശ്ശായിട്ട് അസ്വസ്ഥതകളുള്ളതുകൂടി വരാതിരുന്നു. എന്നാൽ തങ്കമ്മ സാറ് ടീച്ചർ അതിനെല്ലാം പരിഹാരം ചെയ്യുമായിരുന്നു. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരോടും സഹകരിച്ച് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് മുൻപന്തി നിൽക്കുമായിരുന്നു. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. അതിലേക്ക് വളരെയധികം സന്തോഷം രേഖപ്പെടുത്താനായിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഗുഡ് സാമറിറ്റൻ ഹോം. അവിടെ രോഗികളായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ക്യാൻസർ രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഇവിടെ താമസിക്കും. അപ്പോൾ RCCയിൽ ചികിത്സ എടുക്കുന്ന രോഗികൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സൊക്കെയാണ് അവിടുത്തെ അന്തേവാസികൾ. ഈ നമ്മുടെ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ ഉണ്ടായ ഒരു സംഭവം, തൃശ്ശൂർക്കാരായിട്ടുള്ള രണ്ടുപേര്, ഭാര്യയും ഭർത്താവും. 58 വയസ്സുണ്ട് ഭർത്താവ് ജോസ്. അദ്ദേഹത്തിനാണ് ക്യാൻസർ പിടിച്ചിരിക്കുന്നത്. ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണവും പുള്ളിയെ കണ്ടാൽ തോന്നുകയില്ല. മരണത്തെക്കുറിച്ച് കാര്യത്തിലൊക്കെ ചിന്തിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബൈബിളിലെ പറയുന്ന പോലെ നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഏറ്റവും വലിയ നീതിമാൻ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. മനുഷ്യരായ നമുക്കോരോരുത്തർക്കും ഇത് സംഭവിക്കാവുന്നതാണ്. അതായത് എത്ര നല്ലവരായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാലും നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളൊക്കെ ഉണ്ടാകും. ഡേവിഡ് പീറ്റർ ബ്രദറിൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പോരായ്മകൾ, ബലഹീനതയുടെ കുറ്റങ്ങളൊക്കെ സർവശക്തനായ ദൈവം തൻ്റെ കരുണയിൽ ക്ഷമിച്ച് മായിച്ച് സ്വർഗഭാഗ്യത്തിന് അർഹനാക്കട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവിയിൽ കേട്ടിട്ടില്ലാത്ത, മനുഷ്യസംഗതിപ്പെട്ടില്ലാത്ത ആ സൗഭാഗ്യം അനുഭവിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ ഭക്തത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, 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 ഉയരങ്ങളിൽ ഓശാനാം. ദൈവമായ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം.
കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവുമാനം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാരാകമാരാൽ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവാദൈവമേ, ഉയർപ്പ് ദിവസം വരെ ഈ ആത്മാവ് അവിടെ ആനന്ദിച്ച് മുഖപ്രസാദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഇടയാക്കണമേ. മോരൻ ദൈവമേ, നിന്റെ കൃപയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ആദാമ്യർക്കാനും വാഗ്ദാനം ചെയ്ത നിൻ ശരണത്തിൽ നിത്യരാ ഭക്തർ കരുണമോ താനും അറിയുന്നു. എന്റെ പാപങ്ങളിരിക്കുന്നു. ജീവിതത്തിൽ നിന്നും കൈകൊള്ളണമിവരെ നിനക്കെതിരായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ മുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ ന്യായീകരിക്കപ്പെടുകയും നിന്റെ വിധേയർപ്പിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവ് ഗർഭം എന്നെ ധരിക്കുകയും ചെയ്തു. ദിവസത്തിൽ എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സോപ്പാവണ്ട് എന്റെ മേൽ നീ തളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടുവതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ. ക്ഷീണമുള്ള അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാമത്തിൽ നീതേ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ നാം നിന്റെ സ്തുതികൾ പാടും. രഹസ്യം സർവം കാണോനേ, ഞങ്ങളെ എന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ
സഹിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിൽ ഹോമം ബലികളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ ആളുകൾ ബലിയായി അർപ്പിക്കപ്പെടും. നിന്റെ കൽപ്പനയാൽ ഇവിടെ നിന്ന് വേർപെട്ടു പോയ ആത്മാവിന് വേണ്ടി നിന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധ പിശാചുക്കളുടെ പിടിയിൽ നിന്നും വായുമണ്ഡലത്തിലെ അതിരുശ ശത്രുക്കളുടെ വഞ്ചന സമൂഹത്തിൽ നിന്നും ഈ ആത്മാവിനെ രക്ഷിച്ച് സ്വതന്ത്രമാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവാദൈവമേ, ഈ ദാസൻ ജീവനുള്ളവരുടെ വാസനങ്ങൾ വന്നു ചേരുകയും നിന്റെ വിശുദ്ധന്മാരുടെ ഭരണത്തിൽ അധിവസിക്കുകയും വെടിപ്പെട്ടവരുടെ സ്ഥലത്ത് താമസിക്കുകയും ചെയ്യുമാറാകണമേ. ആത്മാവിനെ നിങ്ങൾ ഉയർത്തുന്ന നാഥ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എൻ ശരണം രക്ഷിക്കരുതേയായി, വൈരികളെന്നോട് ഗർവം കാട്ടരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നാശ്രിതരാലും രക്ഷിച്ചിടരുതേ. രക്ഷിക്കും അധർമ്മികൾ അവരുടെ വ്യർത്ഥതയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ പാതകൾ എന്നെ കാട്ടിടുക, അറിയിക്കണമെന്നേ നിൻ ചെറുവഴികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെന്നൈ പരിശീലിപ്പിക്കാൻ മാർക്കുമോ നിന്റെ ദാസർക്ക് ആശ്വാസവും സന്തോഷവും നൽകണമേ. നീ മരിച്ചവരോടൊപ്പം ഗണിക്കപ്പെട്ടവനാണല്ലോ. യഥാർത്ഥ ജീവനും നീതിമാന്മാരുടെ പുനരുത്ഥാനവും നീ അവരോട് പ്രസംഗിച്ചു. പാതാളത്തിലെ നാശത്തിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കാമെന്നുള്ള നിന്റെ വാഗ്ദാന പ്രകാരം ഒരു ദിവസത്തിൽ അവരെ നീ ആശ്വസിപ്പിക്കണമേ. പ്രഭയും പുകഴ്ചയും മാനുവാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സന്താസാദൃശ്യത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ഛായയിൽ ഞങ്ങളെ സൃഷ്ടിച്ച നിർമ്മാതാവും സ്വന്തം ആത്മാവാ ഞങ്ങളെ ജീവിപ്പിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കിയ ശില്പിയും തൻ്റെ നീതിയാൽ അതിലേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചയക്കുകയും തൻ്റെ കൃപയാൽ അതിൽ നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവരുമായ തനിക്ക് തൻ്റെ ദാസന്റെ ശവസംസ്കാര കർമ്മം നിർവഹിക്കുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മഹാശക്തനും യോദ്ധാവും ഭയങ്കരനും സകലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ വചനപ്രകാരം സകലവും ഉളവാകുകയും നിന്റെ ആജ്ഞയാൽ സകലവും നശിക്കുകയും ചെയ്യുന്നു. നിന്റെ തിരുവിഷ്ടത്താൽ ജീവനും നിന്റെ ആംഗ്യത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, നീ ജീവഘ്രാണവും സകലത്തെയും ജയിപ്പിക്കുന്നവനുമാകുന്നു. നിന്നിലുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്ന് യാത്രയായി നിദ്രവച്ചിരിക്കുന്ന ഈ ദാസനിൽ കനിയണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് ഇവൻ പ്രവേശിക്കുവോളും
വിശുദ്ധ സേനകളാൽ ഇവനെ സഹായിക്കണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത വിധിക്കുകയും കർത്തൃത്വം ആഘോഷിക്കപ്പെടുകയും രാജ്യത്വം വെളിപ്പെടുകയും വല്ലഭത്വം അറിയിക്കപ്പെടുകയും നിന്നെക്കുറിച്ചുള്ള ഭയം എല്ലാവരും ഉളവാകുകയും ചെയ്യുന്ന പുനരുത്ഥാനത്തിൻ്റെ ആ അവസാന നാളിൽ നിന്റെ ദാസന്റെ ആത്മാവിനെ ശിക്ഷാവിധിയിൽ നിന്നും ദണ്ഡനങ്ങളിൽ നിന്നും നീ സംരക്ഷിക്കണമേ. ആ ദിവസം മാലാഖമാർ കാഹളമൂതുകയും പ്രധാന മാലാഖമാർ പ്രവസിക്കുകയും അഗ്നിമയന്മാരുടെ സംഘം മുഴുവനും നിന്റെ ഭയങ്കര ശക്തിപ്രാപത്തെ ആഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ സാമ്രാജ്യങ്ങൾ നശിക്കുകയും ഭരണകൂടങ്ങൾ അഴിഞ്ഞു പോവുകയും നിഗളികളുടെ സിംഹാസനങ്ങൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെടുകയും സംവത്സരങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ദിനരാത്രങ്ങൾ മാഞ്ഞു പോവുകയും സൃഷ്ടി മുഴുവനും നാമാവശേഷമാകുകയും ചെയ്യും. അപ്പോൾ ആകാശമിടുകയും സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും കാർമേഘാവൃതമാകുകയും ചെയ്യും. ആ സമയം നീ ഭയജനകമാമിതമാകാനാകുകയും തേജസ്സോട് കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടെ മൃഗൻ കൂടെ നിർത്തുകയും ചെയ്യും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപത്തിന് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് പ്രാപിക്കുമാറാകട്ടെ. സൃഷ്ടി ദിനകരനം പിടിതാരകനും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാക്കാൽ അന്ത്യം തൂകും കൃപയും വിധേയം പ്രാപിച്ചേരും. സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായ ഈ ദാസന്റെ ആത്മാവിന് നീ മോചകനും പാപപരിഹാരകനുമായിരിക്കണമേ. ഇവൻ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കരുണയും വാഴും നിറഞ്ഞിരിക്കുന്ന നിന്റെ കരുണാസമുദ്രത്തിൽ നിശേഷം കഴുകിക്കളയണമേ. ജീവിപ്പിക്കുന്നതായ നിന്റെ ദൈവത്വത്തിന്റെ കൽപ്പനയാലും അടയാളത്താലും ഇവനെ നാശത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും പുതുക്കണമേ. മഹാപ്രതാപനായ നീ ഞങ്ങളും വിശ്വാസികളായ സകല പരേതരും നിന്റെ വളർത്തുവാൻ നിന്നുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കും. ശോഭനഗാത്രം നൽകും ശ്രീപാദന്യൻ ഉദ്ധാരം ദ്രുതമെത്തും ഖേദിക്കേണ്ട ദേഹത്തിൻ നാശത്തിൽ സുന്ദരരായി നിങ്ങളെ നിർമ്മിച്ചോൻ ഗാത്രത്തിൻ ഉദ്ധാരം നൽകി പ്രതിഫലമെല്ലാവർക്കും യോഗ്യത പോലരുളിയിടും. ആർദ്രതമൂലം മൃതസംഗീതം ഭൂമി എല്ലാവർക്കും മാർഗം കാണിച്ചോനെ ആകാമ്യ ഉത്ഥാനം അന്ത്യദിനെ നീ വന്നിടുമ്പോൾ നിന്നിലുറങ്ങും ദാസൻ അൻപൊടു നൽകുക ജീവൻ. വന്നെത്തി വേഗം ചെയ്യാനത്തെപ്പിൽ സോദരരെ വിരചിതം മാതകമാം ഈ പാനീയം പാർക്കിലഹോ ബഹുദിത്തം സുരവിനാൽ ആദരയും ജനനീ ജനന്മാർ വത്സല സുരയും ഉയർപ്പ് ദിവസം അവരെ മഹത്വവസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നവനായി നിനക്ക് മഹത്വം.
ഹൃദയിലേക്കപ്പെടുമ്പോഴവൻ അതിഭയങ്കരമാകുന്നു. താഴെ ചെന്ന് പാപം ചെയ്ത ആത്മാവിനെ വേഗം അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് ഈ മാലാഖമാരോട് തന്നെ ആമിത്താൽ കൽപ്പിക്കുന്നു. അവൻ പറന്നിറങ്ങി അവന്റെ ചിറകുകളുടെ ആഗ്രഹം കൊണ്ട് മരണത്തെ അടിക്കുന്നു. ഉടനെ രോഗമില്ലാത്ത ശരീരത്തെ മരണത്തിന്റെ അമ്പ് കൊണ്ട് അവൻ എയ്യുന്നു. ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നമ്മുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ തൻ്റെ ദാസന്റെ മേലും സകല മനുഷ്യവിശ്വാസത്തിന്റെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
esto vengado. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും ഈ ദാസന്റെ ശവസംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഈ നാഴികയിലും എല്ലായ്പ്പോഴും അവിടുത്തേക്ക് വരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയോട് യോഗ്യമാകുന്നു. ഞങ്ങളുടെ നിശികാതപുരാനെ ഉണ്ടായിരുന്നവനും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കുന്നവനും പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാരാഹമാരോടുകൂടെ വരുവാനിരിക്കുന്നവരുമാകുന്നു. നിന്റെ തിരുമുമ്പിൽ 10,000 അസംഖ്യാണികളും ഗണങ്ങളും ഭയത്തോടും സംഭ്രമത്തോടും കൂടെ നിലകൊള്ളുന്നു. ഉഗ്രന്മാരായ ക്രോവേന്മാരും സ്ഥിരതയുള്ള സേനാവ്യൂഹങ്ങളും സ്വർഗീയ മണ്ഡലങ്ങളിൽ നിന്നെ പ്രഘോഷിക്കുന്നു. നീ ഉഗ്രമായി ഗർജിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നിശേഷം നശിക്കുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിക്കുള്ളിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന സർവ്വജടങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുവാനായി തിരികെ വരികയും ചെയ്യുന്നു. സൃഷ്ടിശക്തിയുള്ള വചനത്താൽ സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലയിൽ നീ അവയെ പുനഃസ്ഥാപിക്കുന്നു. നന്മയായിട്ടോ തിന്മയായിട്ടോ ഓരോരുത്തൻ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചെല്ലാം സമാധാനം ബോധിപ്പിക്കുവാൻ നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ സകല ഗോത്രങ്ങളും തലമുറകളും ഒന്നിച്ചുകൂടും. സംഭവിക്കുമ്പോൾ നിന്നിലുള്ള പ്രത്യാശയോടുകൂടെ നിദ്ര പ്രാപിച്ച ഈ ദാസനെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തേണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുമെന്നുള്ള ജീവപ്രദവും പരിശുദ്ധവുമായ തിരുവചനം ഈ ദാസനിലും നിങ്ങളിലും നിറവേറ്റണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് യോഗങ്ങളിൽ നീക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി തിരുമ്പാവനങ്ങൾ സമർപ്പിച്ച ഈ രൂപം നീ സ്വീകരിക്കണമേ. Shine.
കുടുംബാംഗങ്ങളെ നാം ഏവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ പിതാവിനോട് യാത്ര പറയുകയാണ്. മരണം മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ ഉത്തരം കൊടുക്കുവാനായി പോകുവാൻ എപ്പോഴും സന്നദ്ധരായിരിക്കേണ്ടവരാണ് നമ്മൾ. ഈ മനുഷ്യജന്മം തന്നെ ഒരു യാത്രയാണ്. യേശുവിന്റെ യാത്രയെക്കുറിച്ച് സുവിശേഷം പറയുന്നത് യെരുശലേമിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്ര എന്നാണ്. ഒരു മനുഷ്യജന്മം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ യെരുശലേമായ ദേവാലയത്തിൽ നിന്ന് ദേവാലയത്തിലേക്കുള്ള യാത്രയാണ്. കൃപകളുടെ കൂതാശകളുടെ സ്വീകരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കിത് വ്യക്തമാകും. ഇത്രയും നാൾ ഈ ഭവനത്തിലായിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെയും മക്കളെയും ബന്ധുമിത്രാദികളെയും സ്നേഹിക്കുകയും കരുതുകയും അവർക്കായി ജീവിക്കുകയും ചെയ്ത് ഈ ഭവനത്തോട് വേർപിടിയുമ്പോൾ സംതൃപ്ത കുടുംബാംഗങ്ങൾ കൂടുതൽ ദുഃഖത്തിലാകുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും ക്രൈസ്തവോചിതമായ വിധം മരണം നേട്ടമാണ്. കാരണം അത് സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയാകുന്നു. ഇവിടെ മരിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ ജനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഭവനത്തിൽ നിന്ന് ഈ പിതാവിനെ യാത്രയാക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ മൃതശരീരത്തോടൊപ്പം ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം സെമിട്രിയില് 4 സെമിട്രിയില് മൃതശരീരം സംസ്കാരം ചെയ്യുന്നു. നമുക്ക് ആദരപൂർവ്വം ഈ മൃതശരീരം വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ പങ്കുചേരുകയും ഈ പിതാവിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരിച്ചവരോടുള്ള കരുണ നാം വ്യക്തമാക്കുന്നത് അവരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമാകുന്നു. വിശുദ്ധ ബൈബിൾ അനേക തവണ മരിച്ചവരോടുള്ള കടമയെക്കുറിച്ചും അത് മറക്കരുത് എന്നും നമ്മെ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ആദരവോടെ പങ്കുചേർന്ന് ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവം വാഗ്ദാനം ചെയ്ത നിത്യജീവൻ ഈ പിതാവിനും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ആത്മീയമായി ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ.
ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പറയവരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവയും ബലഹീനതയുള്ളവയും കുറ്റങ്ങളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകുകയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കുമാറാകണമേ. Amen.
സ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവ് നിന്റെ മാലാഖമാരാൽ നയിക്കപ്പെട്ട് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിൽ ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഈ ആത്മാവ് മുഖപ്രസാദത്തോടുകൂടി അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. വിസ്മൃതനായി ഞാൻ മൃതനെ പോൽ ഹല്ലേലൂയ പാഴ്പാത്രം പോലെയുമായി നിന്നാത്മമെടുക്കാൻ അവരുത്തു ഹല്ലേലൂയ ഞാനോ ശരണം പ്രാപിച്ചെങ്കിൽ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും ഈ ദാസന്റെ ശവസംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഈ നാഴികയിൽ എല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കൃപയും സത്യവും വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായ്മയുള്ളവരുമായ കർത്താവേ, നീ കാലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവരുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമത്രേ. നിന്റെ ദിവ്യദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുമ്പാകെ പരസ്യവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സലപുത്രനായ യേശുമിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മ അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായി ഈ ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഈ ദാസന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അവനെ വിടുവിക്കണമേ. തിരുനാമഭക്തരും
കാത്തിരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഈ ദാസനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഈ ദാസന്റെ തെറ്റുകൾ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായി വളർത്തുക ഈ ദാസനെ നീക്കിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഈ ദാസനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ ദാസനെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ ദാസനെ രക്ഷിച്ചുകൊള്ളണമേ. ഈ ദാസന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഈ ദാസനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ തൊട്ടും പാർക്കണമേ. ഞങ്ങളുടെ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധമാവും നിന്റെ മഹാകരുണയും ഞങ്ങളെയും ഈ ദാസനിൽ ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ എന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസന്റെ മേൽ ഉദിപ്പിക്കുമാറാകണമേ. ഈ ദാസൻ വിശ്വസിച്ച ജയമുള്ള ശ്രീവ ഈ ദാസനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി തീരണമേ. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരാജ്യങ്ങളെയും യോഗ്യരാക്കണമേ. കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏതു സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമാകുന്നല്ലോ. കർത്താവേ, നിന്റെ അഭിഷിക്തനിലുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കലേക്ക് യാത്രയായി വരും. ശ്രേഷ്ഠവും മാന്യവുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരായ ഞങ്ങളെയും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാക്കണമേ.
നിങ്ങൾ
പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണ്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രമിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ ജീവനുണ്ടാകുവാനുള്ള വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിളിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കടകളുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തോ നീന്റെ ഉയർത്തിനായും തിന്മ ചെയ്തോ ശിക്ഷാന്തിയുടെ ഉയർത്തിനായും കൊണ്ടുവരും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി കൊടുക്കട്ടെ. കർത്താവിനെ ഉന്നയിക്കപ്പെട്ട സഹോദരങ്ങളെ, മരണം എന്നത് ഒരു നിദ്രയാണ്. കർത്താവിലുള്ള നിദ്ര എന്നാണ് മരണത്തെ വിശുദ്ധ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ബൈബിൾ വിവിധ തരത്തിലുള്ള മരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവിക ജീവന് മരിക്കുന്നു. അതൊരു മരണമാണ്. മൂന്നാമത്തെ മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അവസ്ഥയാണ്. നാലാമത്തെ മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്റെ ആയുസ് മുഴുവൻ ഈ ലോകത്തിൽ ജീവിച്ചിട്ടും ദൈവത്തെ അറിയാതെ മരിക്കുന്നുവെങ്കിൽ ആ മരണത്തെ വിശേഷിപ്പിക്കുന്നത് നിത്യമരണം, ഇറ്റേണൽ ഡെത്ത് എന്നാണ്. അങ്ങനെ നാല് വിധത്തിലുള്ളതായ മരണത്തെക്കുറിച്ച് പ്രത്യേകമായി വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത, ആ മരണം മനുഷ്യനെ പാപം വഴി ഉണ്ടാകുന്ന ജീവന്റെ മരണത്തിൽ നിന്നും, അതുപോലെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന മരണാവസ്ഥയിൽ നിന്നും പുനർജീവിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിന്റെ മരണത്താൽ നിങ്ങളുടെ മരണം മാറിപ്പോകാനായിട്ട് എന്നുള്ള ഹൃദയാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് കാരണം. ക്രിസ്തുവിന്റെ മരണം പാപം മൂലം ദൈവിക ജീവനുണ്ടാകുന്ന മരണത്തെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, വീണ്ടും ദൈവിക ജീവൻ നമുക്ക് വളർന്നു വരുന്നു. കൂടാതെ ഒരു വ്യക്തിയുടെ ഈലോകത്തിലുള്ള മരണത്തിന് നിത്യജീവന്റെ കവാടങ്ങൾ ഈശോയുടെ മരണം തുറന്നു കൊടുക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-12 തിരുവചനങ്ങളിലും സങ്കീർത്തനങ്ങൾ 13-3-ലും 22-29-ലും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 19-ലും മരണത്തെ വിശേഷിപ്പിക്കുന്നത് മരണം ക്രിസ്തുവിന്റെ നിദ്ര എന്നാണ്. പുതിയ നിയമത്തിലെ മരണം ക്രിസ്തുവിന്റെ നിദ്രയാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ വിശ്രമിക്കുന്ന അവസ്ഥയായിട്ടാണ് പുതിയ നിയമത്തിനെ കാണുന്നത്. 2 മക്കബായർ 11-ാം അധ്യായം 38 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം മരണം എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരവസ്ഥയല്ല. മരണം വഴി ശരീരം നമ്മോട് മതി ചെയ്യുന്നു എന്ന് വരികയും ആത്മാവ് മരിക്കുന്നില്ല. മനുഷ്യാത്മാവിന്റെ പ്രത്യേകത ഹ്യൂമൻ സോൾ ഈസ് ഇമ്മോർട്ടൽ എന്നുള്ളതാണ്. അതിന് മരണമില്ല എന്നുള്ളതാണ്. മരണാനന്തര ഉത്ഥാനത്തിലുള്ള വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. അതിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുകയില്ല. മനുഷ്യന്റെ മരണാനന്തര പുനരുത്ഥാനത്തെക്കുറിച്ച് കൊറിന്തോസുകാരുടെ 2-ാം ലേഖനത്തിൽ പൗലോസ് 4-ാം അധ്യായം 14-ാം തിരുവചനത്തിലെ വിഷയമായി പറയുന്നുണ്ട്. മക്രശരീരങ്ങൾ ജീവൻ പ്രാപിക്കുന്ന റോമാക്കാർക്കുള്ള ലേഖനം 9-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. പൗലോസ് വ്യക്തിഗതമായി മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെക്കുറിച്ച് 1 കൊരിന്തോസ് 15-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന അവർ നിത്യജീവനെ കരുതിയാണ്, നിത്യരക്ഷയെ കരുതിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 33-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മരിച്ചവർ
ഒരാൾ ദൈവസന്നിധിയിൽ ഇത്രയും ആഴ്ച ജീവിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. എന്നാൽ ആ വ്യക്തിയുടെ ബന്ധുമിത്രാദികൾക്ക്, പ്രിയപ്പെട്ടവർക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അത് ദൈവസന്നിധിയിൽ കരുണയായി തോന്നിക്കും. ഒരു മകന്റെ മക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ സംസ്കാര ശുശ്രൂഷയാണ്. അവരെ എപ്രകാരം സംസ്കരിക്കുന്നു എന്നുള്ളത് ആ പിതാവിനോടോ മാതാവിനോടോ ആദരമായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകമായി ഒരുക്കപ്പെട്ട കഥകളെ കുറിച്ച് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, മരിച്ചവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന മക്കളെ കാണാൻ കഴിയും. റൂത്തിന്റെ പുസ്തകം 1-8 പറയുന്നു, മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു, കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയാണ്, ജീവകാരുണ്യ പ്രവൃത്തിയാണ്. ആത്മീയ കാരുണ്യ പ്രവൃത്തിയുടെ സ്ഥലങ്ങളിലാണ് അത് നിജപ്പെടുത്തിയിട്ടുള്ളത്. റൂത്തിന്റെ പുസ്തകം 2-20 ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കുന്ന കർത്താവ് ബോവാസിനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട പിതാവ് നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നും ഓർമ്മിക്കപ്പെടട്ടെ. അങ്ങനെ ഓർമ്മിക്കപ്പെടണമെന്ന് വലിയ ശരിയായ വിശ്വാസത്തോടെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. മരിച്ചവർക്ക് പുനരുത്ഥാനം ഉണ്ടെന്നും അവർ ദൈവസന്നിധിയിൽ എത്തുമ്പോഴും പ്രാർത്ഥിക്കുവാൻ കടന്ന ജീവിച്ചിരിക്കുന്നവരാണെന്നും ഉള്ള പഠിപ്പിക്കലാണ് തിരുസഭയുടേത്. അതുകൊണ്ടാണ് തിരുസഭ അതിന്റെ ആരാധനാക്രമത്തിലും എല്ലാ പ്രാർത്ഥനകളിലും മരിച്ചവരെ പ്രതി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുക വഴി ദൈവത്തിന്റെ കരുണ അവരെ ന്യായവിധിയുടെ സമയത്ത് സമൃദ്ധിയാവുന്നു എന്നുള്ളതാണ് സത്യം. ഈ പ്രിയപ്പെട്ട പിതാവിനെ നമുക്ക് ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ ആത്മാവിന്റെ നിത്യശാന്തി നമുക്ക് നേരാം. ഈ സ്വന്തത്ത കുടുംബാംഗങ്ങളോട് ഇടവഴിക്കുള്ളതായ അനുശോചനവും ദുഃഖവും ഞാൻ അറിയിക്കുന്നു. ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവരായി എത്തിച്ചേർന്ന എല്ലാവരോടും ഞങ്ങളുടെ ഇടവാസത്തിന്റെ ദുഃഖവും ആദരവും അറിയിക്കുന്നു. ദൈവം സൂചിപ്പിച്ചതുപോലെ നമുക്ക് വീണ്ടും ഈ പിതാവിനെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ക്രിസ്ത്യൻ പ്രാർത്ഥനയായി ഇടപെടുന്നത് സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറേയായിസോന്ന് ചൊല്ലണം. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിന്റെ ജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് അധീനനാകുകയില്ല. ഋതുദാമരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നല്ല ചെയ്ത വിശ്വാസപുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ ആകൽക്കംസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ജെറുസലേമിൽ എത്തിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Create
മകൻ മുഹമ്മദും. എടുത്തോ ബോസയുടെ സൈഡ് ബോസ എടുത്തോണേ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായി ദാസന് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാണ് ഈ ദാസൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശകാലങ്ങളെ വിശുദ്ധരോടുകൂടിയുള്ള ആനന്ദം ഈ ദാസന് നൽകണമേ. ഈ ദാസൻ സന്തോഷപൂർവ്വം നിൽക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളിൽ നിന്നുള്ള വിമുക്തിക്കും വിശുദ്ധന്മാരോടുകൂടെയുള്ള സൗഭാഗ്യത്തിനും നിത്യജീവനുമായി തൈലം ഒഴിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും ശരീരം മറച്ച് സെമിട്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ വാഹനങ്ങളിൽ സെമിട്രിയിലേക്ക് വരാവുന്നതാണ്. സെമിട്രി നാരായണപുര ആണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു മിനിറ്റ് പാക്ക് ചെയ്യാവുന്ന എടുത്തോ നീ ഇവിടെ
കൂടാതെഴുന്നേൽക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നാഥൻ വന്നു മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ നിന്നേ പിരിയുന്നേ സ്വീകൃതനാവാഴയതന്യേ ദുഷ്ടനെയും മരണം ധന്യൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. പരവധി കൂടം ചഞ്ചുന്നേ സഹചരെ നിങ്ങൾ സുസ്ഥിരമായിരിക്കും. നിന്നലോടുടയോ നാഗവനായിടും മൃതരെഴുന്നേൽക്കും. സ്തുതി പൈതം പാടും. വാതിലടച്ച് ശുഭമായി പോയിടുവിൻ. കർത്തനെനിക്കായി വാതിൽ തുറന്നു തരും. സഭയും സുതരും സ്തോത്രം പാടുന്നു. ആദനും സുതനും പരിശുദ്ധാത്മനും. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗൃഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോർ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ തലകീഴരും മുന്നിലുമായി ഞങ്ങളും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ തന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ കീർത്തനങ്ങൾ എനിക്ക് ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും പരിശുദ്ധ റൂഹായോടുകൂടെ നിന്റെ മഹത്വത്തിന്റെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമായ ദൈവകുഞ്ഞാടായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമേ, നിന്റെ ജലിയായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പരിശുദ്ധ റൂഹായോടുകൂടെ യേശുമിശിഹായായ നീ മാത്രം കർത്താവാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം. ആമീൻ. എല്ലാ കാലത്തും എല്ലാം സമയത്തും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രബലപ്പെട്ടതുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച ചേർച്ചയാകുന്നു. അതിപ്പോഴും എല്ലാം സമയത്തും എന്നേക്കും. ആമീൻ. നിന്റെ പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്നിടത്തു നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണയണമേ. ആമീൻ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പോലെ
റൂഹോ കാദീശോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ദിവസമേ കവറിൻ മറുദീസായ്ക്കായി സോമൻകാലസ്കുറിയായിസോൻ ഉയരുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദരാവം ഏവർക്കും നൽകുന്നു കവറുകളുടെ നിന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു ഭാഗ്യമോ ശുഭോല ബ്രോൽ റൂഹോ കാദീശോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും മഹോത്വം മഴയോറാകെ മലയുവാതാരേ മരമതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം നേതൃത്വത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടീടേണം ഞങ്ങളുടെ കർത്താവും നിത്യതയുമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ ബലഹീനതയോട് ഉത്തരമരുളി ഞങ്ങളുടെ മരിച്ചവർക്ക് ഭാവപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോട് നിന്നിലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് ഭാവപരിഹാരം നൽകുകയും ചെയ്യണമേ. സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തോചിതമാമിതം മിശിഹായിൽ ശരണപ്പെട്ട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ഭൃത്യനെ ദൈവം തന്റെ നിർമ്മലകരങ്ങളെ സ്വീകരിക്കുവാൻ തന്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഈ ദാസന് നൽകട്ടെ. കണ്ണുകണ്ടിട്ടില്ലാത്തതും കേൾവിയിൽപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യസങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഈ ദാസന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഇവന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ ദാസൻ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമൃദ്ധമായ തന്റെ കരുണയുടെ ബഹുലത നിമിത്തം താൻ അവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഇവന്റെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഈ ദാസന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ വിശികാതമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുവീൻ, ധൈര്യപ്പെടുത്തുവീൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവീൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊള്ളുവീൻ എന്നരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടി നിദ്ര പ്രാപിച്ച ഈ ഭക്തനായ ദാസനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും
വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനതയുള്ളവയും കുറ്റങ്ങളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നത സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കുമാറാകണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. ഭാഗ്യമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട ദാസന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാവരോടും കുടുംബത്തിന്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. ഭാഗ്യമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട ദാസന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാവരോടും കുടുംബത്തിന്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.